പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു മിശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. മുറാശും കൂടെ ഞങ്ങളെ ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, കർത്താവ് എൻ്റെ കർത്താവിനോട് എന്ന് പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 22-ലും അത് സങ്കീർത്തനങ്ങൾ എന്നുള്ള അധ്യായങ്ങളിൽ 110-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പദമായിരിക്കുന്നു. കർത്താവ് എൻ്റെ കർത്താവിനോട് എന്ന് പറയുമ്പോൾ ചില ഡോക്ട്രിൻസ് അതിനെ 2 കർത്താവ് എന്ന് അവിടെ കാണുന്നു. അത് വചനപ്രകാരം അങ്ങനെയാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഡിസ്കഷനിൽ കൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു പ്രസന്റേഷൻ ആയിട്ട് ഈ ഒരു ചർച്ചയെ തുടങ്ങുകയാണ്. ആദ്യമേ ഞാൻ ആ പ്രസന്റേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ കർത്താവ് എൻ്റെ കർത്താവ് അല്ലെങ്കിൽ ദ ലോർഡ് സെറ്റ് ടു മൈ ലോർഡ് എന്ന് മലയാളത്തിൽ ഉള്ള ഇംഗ്ലീഷിലുള്ള ആ ഒരു വാക്യം, ആ വാക്യത്തെ ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 42 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നു. അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിങ്ങളെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്ത് ഇരിക്ക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. നമ്മൾക്കറിയാം, ഐഹിക ജീവിതത്തിൽ കർത്താവിനെ എല്ലാവരും ദാവീദ് പുത്ര എന്ന് വിളിച്ചത് വളരെ വ്യക്തമാണ്. അവൻ ദാവീദ് പുത്രൻ അല്ല എന്ന് ഒരിക്കലും പറയുവാൻ ഇടയായിട്ടില്ല. എപ്പോഴും അവൻ ദാവീദ് പുത്രൻ ആണെന്നുള്ള കാര്യം അംഗീകരിക്കുന്നു. ജഡപ്രകാരം അവൻ എങ്ങനെ ദാവീദ് പുത്രനാകുന്നു എന്ന് നമ്മൾക്ക് മത്തായിയുടെ സുവിശേഷത്തിലും അതിൻ്റെ ലൂക്കോസിന്റെ സുവിശേഷത്തിലും പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം. മറിയയിൽ കൂടെയാണ് ദാവീദ് പുത്രനായി തീരുന്നത്. മറിയയിൽ ആണ് ആ ഒരു ദാവീദിന്റെ സന്തതിയായി കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. അപ്പോൾ അവൻ നമ്മൾക്കറിയാം, ഹവ്വായ്ക്ക് ദൈവം പറഞ്ഞു കൊടുത്തതുപോലെ ഒരു സ്ത്രീയുടെ വിത്തായിട്ട് കടന്നു വരുന്നു. അങ്ങനെ മറിയുടെ ഉദരത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ അവൻ ഉളവായി എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് വചനം വളരെ വ്യക്തമായി തീരുന്നത്. അപ്പോൾ ഒരു പുത്രൻ എന്ന നിലയിൽ അല്ലെങ്കിൽ മനുഷ്യനായ യേശു എന്ന നിലയിൽ അവനൊരു ഉത്ഭവമുണ്ട്. അവൻ മറിയയുടെ ഉദരത്തിൽ നിന്നും ഒരു ഭ്രൂണമായിട്ടും പിന്നെ ഒരു കുഞ്ഞായിട്ടും ജനിക്കുകയും ഒരു സാധാരണ മനുഷ്യൻ വളർന്ന് വലുതാകുന്നത് പോലെ ഒരു മനുഷ്യനായി അവൻ തീരുകയും പിന്നെയാണ് ഈ ലോകത്തിൽ വന്ന് യാഗമായി തീരുവാൻ വേണ്ടി ഒരുങ്ങിയത്. അപ്പോൾ എന്തുകൊണ്ട് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു? അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ കർത്താവ് എൻ്റെ കർത്താവിനോട് എന്ന് പറയുന്ന വാക്യം പഴയ നിയമത്തിൽ വരുന്നത് എങ്ങനെ? നമുക്കറിയാം, മലയാളത്തിലും ഇംഗ്ലീഷിലും കർത്താവ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത് പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? പുതിയ നിയമത്തിൽ കർത്താവ് എന്ന പദം വരുന്നത് ഗ്രീക്കിൽ എഴുതിയ എല്ലാ എഴുത്തുകളിൽ നിന്നുമാണ് ട്രാൻസ്ലേഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ കിരിയോസ് എന്ന പദം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആണ് കർത്താവ് എന്നും ദ ലോർഡ് എന്നും ലോർഡ് എന്നും
ഉള്ള പദം വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഹീബ്രുവിലേക്ക് കടന്നു പോകണം. അപ്പോഴാണ് നമ്മൾ സങ്കീർത്തനം 110 കടന്നു പോകുന്നത്. 110 നമ്മൾ കടന്നു പോകുമ്പോൾ സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നു, മലയാളത്തിലും അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നു, യഹോവ എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്നാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ യഹോവ എന്ന പദം അവിടെ ഉപയോഗിക്കുകയും പിന്നെ അഡോണി എന്ന പദം ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ യഹോവയ്ക്ക് അഡോണി എന്ന പദം ആണോ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു സാംസ് 110 തന്നെ നമ്മൾ മുന്നോട്ടുള്ള വാക്യങ്ങൾ പോയി കാണുമ്പോൾ നമ്മൾ കാണുന്നു, ഇവിടെ ഈ വാക്യം നമ്മൾ കാണുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു യഹോവ എന്ന വാക്കിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അഡോണായി എന്നുള്ള പദമാണ്. അപ്പോൾ 5-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം ദൈവമാണ് സംസാരിക്കുന്നത്. ആരോടാണ് സംസാരിക്കുന്നത്? മശിയഹായോടാണ് സംസാരിക്കുന്നത്. ഈ വാക്യങ്ങളൊക്കെ വരുന്നത് ആരുടെ വായിൽ കൂടെയാണ് വരുന്നത്? ദാവീദിന്റെ വായിൽ കൂടെയാണ് വരുന്നത്. ദാവീദിൽ കൂടെ സംസാരിക്കുന്നത് യഹോവയാണെന്നാണ് പഴയ നിയമത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കുന്നത്. യഹോവയുടെ ആത്മാവ് തന്നെയാണ്. പക്ഷേ നമ്മൾ 1 പത്രോസ് അതിൻ്റെ 10ഉം 11ഉം നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവാണ് ക്രിസ്തുവിന് വരുവാനിരിക്കുന്ന കഷ്ടത്തെപ്പറ്റി പിൻവരുന്ന മഹിമയെപ്പറ്റിയും സംസാരിക്കുന്നതെന്ന് 1 പത്രോസ് 1, 10ഉം 11ഉം പറയും. അപ്പോൾ ആരാണ് ഇവിടെ സംസാരിക്കുന്നത്? യഹോവയാണ് സംസാരിക്കുന്നത്. ശരിയാണ്. ക്രിസ്തുവിന്റെ ആത്മാവാണോ? ക്രിസ്തുവിന്റെ ആത്മാവാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് യഹോവയായി സംസാരിക്കുന്ന വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ യഹോവ അഡോണി എന്ന അഡോണി എന്ന പദം ഉപയോഗിച്ച കർത്താവ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന, മലയാളം ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 2 പദങ്ങളാണ് നമ്മൾ കണ്ടത്. അഡോണായി എന്ന പദം കണ്ടു, അഡോണി എന്ന പദം കണ്ടു. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ഞാൻ ഹെബ്രായ ഭാഷ പരിവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഹെബ്രായ ഭാഷ പരിവർത്തിക്കുന്ന ഒരു സൈറ്റിൽ പോയി നോക്കിയപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് വാക്യങ്ങൾക്കും മാസ്റ്റർ എന്നോ റൂളർ എന്നോ അല്ലെങ്കിൽ കർത്താവെന്നോ ഉള്ള ഒരു അർത്ഥമുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താകുന്നു? അഡോൺ എന്ന വാക്യം സാധാരണ ഉപയോഗിക്കുന്നത് a title variously used to refer men, angels, and to the true God of Israel, meaning Lord, Master, Owner. അപ്പോൾ കർത്താവ് ആയിരിക്കുന്നവൻ, അപ്പോൾ അങ്ങനെ ഭൂമിയിലെ കർത്താവ്, നമുക്കറിയാം നമ്മൾ ഇന്ത്യയുടെ കോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മൈ ലോർഡ് എന്ന് പറയുന്ന ഒരു ജഡ്ജിനെ മൈ ലോർഡ് എന്ന് വിളിക്കുമ്പോൾ അയാൾ ഭൂമിയിലെ ഒരു കർത്താവാണ്, ഭൂമിയിലെ ഒരു ന്യായം ചെയ്യുന്ന ന്യായാധിപതിയാണ്. അങ്ങനെ അയാളെ മൈ ലോർഡ് എന്നുള്ള ഇംഗ്ലീഷ് പദം വിളിക്കുന്നു. ആ ഒരു പദത്തെ പോലെ ഈ ലോകത്തിൽ എന്തെങ്കിലും പവറുള്ള ഒരു മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമാണ് അഡോൺ അല്ലെങ്കിൽ അഡോണി. അഡോണി എന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവ് അല്ലെങ്കിൽ മൈ ലോർഡ് എന്ന് അവിടെ വരും. അപ്പോൾ അഡോൺ എന്ന പദം മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് ആ ഒരു പ്രസന്റേഷനിൽ നമ്മൾ കാണുമ്പോൾ ജോഷുവ 11 നമ്മൾ കാണുന്നു, ജോഷുവ 11:11 നമ്മൾ കാണുന്നു ഈ ഒരു പദം ദൈവത്തെ പറ്റി ഉപയോഗിക്കുന്നത് ആ പേടകത്തിനെ പറ്റിയുള്ള സംബന്ധമായി പറയുമ്പോൾ അവിടെ അഡോൺ എന്ന വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അഡോൺ എന്ന വാക്യം അങ്ങനെയും ഉപയോഗിക്കാം, പക്ഷേ ദൈവത്തെ പറ്റിയും ഉപയോഗിക്കാം. പക്ഷേ മിക്കവാറും അത് മനുഷ്യ കർത്താക്കന്മാരെ പറ്റി
വ്യക്തി, അല്ലെങ്കിൽ രാജാക്കന്മാരെ, അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ യഹൂദന്മാരുടെ അവരുടെ റിലീജിയസ് ലീഡേഴ്സിനെ അല്ലെങ്കിൽ റബ്ബിമാരെ വിളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് അഡോണി അല്ലെങ്കിൽ അഡോൺ എന്ന പദം അവിടെ നമുക്ക് അറിയാം. പക്ഷെ അഡോണായി എന്ന വാക്യം ഉപയോഗിക്കുന്നത് അത് ദൈവമായ കർത്താവിനെ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ ആണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം? അഡോണായി എന്നുള്ള പദത്തിന്റെ അർത്ഥം എല്ലാത്തിൻ്റെയും കർത്താവ് എന്നാണ് അതിന്റെ എക്സാക്ട് മീനിങ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ദ ലോർഡ് ഓഫ് ദ ലോർഡ്സ് എന്നും കടന്നു വരും. ദ ലോർഡ്സ് ഓഫ് ദ ലോർഡ്, ദ ലോർഡ്സ് ഓഫ് ദ ലോർഡ് എന്ന് വെച്ചാൽ കർത്താതി കർത്താവാണ്. കർത്താതി കർത്താവാകുമ്പോൾ അവൻ എല്ലാത്തിൻ്റെയും മേൽ കർത്തൃത്വം ചെയ്യുന്ന കർത്താതി കർത്താവാണ് എന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അഡോൺ എന്ന പദം പിന്നെ അഡോണായി എന്ന പദം, ഇതിൽ തമ്മിലുള്ള വ്യത്യാസം ആണ്. ഒന്ന് മനുഷ്യന് വേണ്ടിയും ഉപയോഗിക്കാം, ഒന്ന് ദൈവത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പദമാണ് അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചതുപോലെ ഇവിടെ അത് നമ്മൾ പേടകത്തെ പറ്റി പറയുമ്പോൾ കർത്താവിനോട് അനുബന്ധമായി അവിടെ സംസാരിക്കും. അപ്പോൾ എന്തുകൊണ്ട് അവിടെ അഡോൺ എന്ന പദം ഉപയോഗിക്കപ്പെടുന്നു? എപ്പോഴാണ് ഇത് കർത്താവിനോട് സംസാരിക്കുന്നത്? ഇത് നമുക്കറിയാം, സംസാരിക്കുന്നത് എൻ്റെ വലതുഭാഗത്ത് ഇരിക്ക, നിന്റെ ശത്രുവിനെ നിന്റെ ചവിട്ടുപടിയാക്കുന്നിടം വരെ നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്ക എന്ന് പറയുമ്പോൾ ഇത് മഹത്വീകരിക്കപ്പെട്ട കർത്താവിനെ പറ്റിയാണ് പറയുന്നത്. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന വലതുഭാഗം എന്ന് പറയുമ്പോൾ അതിന് ആത്മീയ അർത്ഥമുണ്ട്. ആ ആത്മീയ അർത്ഥത്തെ പറ്റി ഞാൻ ഇപ്പോൾ കുറച്ചു കഴിഞ്ഞ് സംസാരിക്കുന്നതായിരിക്കും. വലതുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ വിചാരിക്കുന്ന പോലെ വശത്ത് പോയി ഇരിക്കുന്നതല്ല എന്ന് ഈ ഒരു സങ്കീർത്തനങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് ദാവീദ് സംസാരിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വചനത്തിൽ തന്നെ വലതുഭാഗം എന്തെന്ന് ദാവീദ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ആ ഒരു പദം ഉപയോഗിക്കപ്പെടുന്നു? 1 ശമൂവേൽ അതിന്റെ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ശലോമോൻ ദേവാലയം അവിടെ ദേവാലയത്തിൽ ആരാധനയ്ക്ക് തുടക്കത്തിന് വേണ്ടി അവിടെ നിൽക്കുമ്പോൾ ശലോമോൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സകല പ്രപഞ്ചത്തിലും സ്വർഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം എങ്ങനെ ഈ ചെറിയ ഒരു ആലയത്തിൽ വസിക്കും എന്ന് ഉള്ള കാര്യമാണ് അവിടെ പറയുന്നത്. എന്തുകൊണ്ട് ദാവീദ് അങ്ങനെ പറയുന്നു? ദൈവം സകല സൃഷ്ടിയിലും നിറഞ്ഞു നിൽക്കുന്നവൻ. അവൻ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ പ്രപഞ്ചത്തിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നവനാണ്. അപ്പോൾ ഇവിടെ പേടകത്തിനകത്ത് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകമായ ഒരു വരത്താൽ ദൈവത്തിന്റെ ആത്മാവ് ആ പേടകത്തിൽ വസിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അവൻ കർത്താതി കർത്താവ് എന്ന് വിളിക്കപ്പെടുവാൻ ആ ഒരു ആത്മാവിനെ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ഈ ആലയത്തെ നിങ്ങൾ നശിപ്പിച്ചാൽ ഞാൻ 3 ദിവസത്തിനാം പുതിയൊരു ആലയം പണിയുമെന്ന് പറയുമ്പോൾ അവന്റെ ശരീരത്തെ അവൻ ആലയം എന്ന് വിളിക്കുന്നു. ശരീരത്തെ അവൻ ആലയം എന്ന് വിളിക്കുന്നു. വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു. അപ്പോൾ അവൻ പറയുന്നു, പിതാവ് എന്നേക്കാൾ വലിയവനാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ജഡമായി മനുഷ്യനായി ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ അവൻ കർത്താതി കർത്താവ് എന്ന പദവി അവൻ വിട്ടിട്ടാണ് ആ മനുഷ്യന്റെ വേഷത്തിൽ മനുഷ്യനായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുന്നു. അപ്പോൾ അവൻ ദൈവമായിരിക്കെ, ദൈവത്തിന്റെ അവസ്ഥയിൽ തന്നെ ഇരിക്കെ, അതായത് വചനം ജഡമായി തീർന്നത് കൊണ്ട് ദൈവത്തിന്റെ അവസ്ഥയിൽ ഇരിക്കെ
അവൻ തന്നെത്താൻ താഴ്ത്തിയ നിലയിലാണ് അവൻ ഒരു സേവകനായി, അവൻ ഒരു വേഷത്തിൽ മനുഷ്യനായി ആ ജഡത്തിൽ പ്രവർത്തിച്ചതും രക്ഷയ്ക്കായിട്ട്, യഹോവയുടെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ട് യഹോവ തന്നെ, അതായത് വചനം തന്നെ, ആത്മാവായ ദൈവം തന്നെ ജഡമായി ഈ ലോകത്തിൽ കടന്നു വന്നു. ഇവിടെയും നമ്മൾ കാണുന്നത് ആ ആത്മാവിന്റെ തന്നെ ഒരു പ്രത്യേക വരമുള്ള ആത്മാവ് ആ പേടകത്തിനകത്ത് ഇസ്രായേൽ ജനത്തിനോട് കൂടെ അവിടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പദമാണ് ദ ലോർഡ്, അല്ലെങ്കിൽ അഡോൺ എന്ന പദം. ദൈവത്തിന് വേണ്ടി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അത് ദൈവം എന്ന പൂർണ്ണ അവസ്ഥയല്ല, അല്ലെങ്കിൽ ലോർഡ് ഓഫ് ലോർഡ്, അല്ലെങ്കിൽ കർത്താതി കർത്താവ് എന്ന് ഉള്ള അവസ്ഥയിലല്ല. ആ ഒരു ആത്മാവിന് പ്രത്യേക വരങ്ങളാൽ ദൈവം അയച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അവൻ എന്ത് ആകുവാനാണ് വേഷത്തിൽ മനുഷ്യനായത്? അവൻ ഒരു പുരോഹിതനായി തീരുവാൻ. ഏത് രീതിയിലുള്ള പുരോഹിതനാണ്? സ്വർഗത്തിലെ പുരോഹിതനായിരിക്കുന്ന മെൽക്കിസെദേക്കിന്റെ ഓർഡറിലുള്ള ഒരു പുരോഹിതനാകുവാനാണ് ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മെൽക്കിസെദേക്ക് എന്ന ആത്മീയ പുരോഹിതൻ, സ്വർഗത്തിലുള്ള ആത്മീയ പുരോഹിതൻ ഈ ലോകത്തിൽ വന്ന് പുരോഹിതനാകണമെങ്കിൽ, യാഗമർപ്പിക്കണമെങ്കിൽ അവൻ ഏത് രീതിയിലെ പുരോഹിതനായിരിക്കണം എന്ന് നമുക്ക് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത്, മനുഷ്യരുടെ ഇടയിൽ നിന്നും എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിന്നും എടുക്കുന്ന ഏത് മഹാപുരോഹിതനും, അപ്പോൾ ഈ ലോകത്തിൽ വന്ന് മനുഷ്യർക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനായി തീരണമെങ്കിൽ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്നും തന്നെ എടുക്കപ്പെടണം. അവൻ ഒരു മനുഷ്യന്റെ അവസ്ഥയിലായിരിക്കണം. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോട്, വഴി തെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും, ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനും ആകുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ആ വണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അപ്പോൾ അവൻ ഒന്ന് ജനിക്കണം. അവിടെ പറയുന്നു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇന്ന് എന്ന് പറയുമ്പോൾ സൃഷ്ടിയിൽ ഒരു ദിവസം എന്ന് തന്നെ വരും. അപ്പോൾ അവന്റെ ജഡം സംബന്ധമായി അവൻ ദാവീദിന്റെ പുത്രനാണ്. അപ്പോൾ അവൻ ഒരു ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നുള്ള കാര്യം പറയാം. ആത്മാവിൽ അവൻ സൃഷ്ടിയാണോ? അല്ല, അവൻ വചനമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ജഡം സംബന്ധമായി, അവന്റെ ജഡ സംബന്ധമായി അവൻ മറിയയുടെ ഗർഭത്തിൽ ഉത്ഭവമായി തീർന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. മനുഷ്യരുടെ ഇടയിൽ നിന്നുമാണ് എടുക്കപ്പെടേണ്ടത്. ഇന്ന് ആണ് പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. അവൻ ആദ്യം മുതൽ ഒരു പുത്രനല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. അവൻ പുരോഹിതനാകുവാൻ വേണ്ടിയാണ് മനുഷ്യനായി തീർന്നതും, മനുഷ്യരുടെ ഇടയിൽ നിന്നും എടുക്കപ്പെട്ടതും, പുരോഹിതനായി തീരുന്നതും. പിന്നെ അവൻ എന്നേക്കുമായുള്ള പുരോഹിതനായി തീരുന്നത് എപ്പോഴാണ്? മഹത്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാണ് അവൻ എന്നേക്കുമുള്ള പുരോഹിതനായി തീരുന്നത്. എന്നേക്കും ജീവിക്കുന്നവനാണ് എന്നേക്കുമായി പുരോഹിതനായി തീരുവാൻ പറ്റുന്നത്. അവനൊരു മരണം ഉണ്ടായിരുന്നു. അവൻ യാഗമാകണമെങ്കിൽ അവനൊരു മരണം വേണം. ആ മരണം കഴിഞ്ഞിട്ട് മാത്രമേ അവൻ എന്നേക്കുമായി പുരോഹിതനായി മഹത്വീകരിക്കപ്പെടൂ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് മനുഷ്യനായി തീർന്നു എന്നുള്ള ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് വചനങ്ങൾ സംസാരിച്ചു. മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ ഇവിടെ കാണുന്നു,
യഹോവ അല്ലെങ്കിൽ അഡോണായി നിന്റെ വലതുകരത്ത് ഇരുന്നു കൊണ്ട് ന്യായത്തെ നടത്തും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ആദ്യത്തെ വചനത്തിൽ ഞാൻ നിന്നെ വലതുഭാഗത്ത് ഇരുത്തും എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു യഹോവ നിന്റെ വലതുഭാഗത്ത് ഇരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ വലതുഭാഗം എന്ന് പറയുന്നത് വലതുവശമല്ല. വലതുഭാഗം എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഇവിടെ ദൈവമാണ് അവന്റെ വലത് കരമായി തീരുന്നത്, അല്ലെങ്കിൽ വലതു ഭാഗമായി തീരുന്നത്. ഇവിടെ ഈ ദൈവത്തിന്റെ ആ ഒരു ജഡ്ജ്മെന്റിന്റെ ദിവസം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു ന്യായവിധിയുടെ ദിവസത്തിനെ പറ്റിയാണ് പറയുന്നത്. അന്ന് യഹോവ അവന്റെ വലതുകരമാകും. ആരുടെ വലതുകരമാകും? അവിടെ പറയുന്ന കർത്താവിന്റെ, അതായത് അഡോണിയുടെ വലതുഭാഗമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരേ വാക്യത്തിൽ തന്നെ നമുക്കറിയാം ഈ വലതുഭാഗത്തിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ വലതുവശം എന്നല്ല. ഒരു ദ്വിത്വക്കാര് പറയും വലതു വശത്തൊരു പുത്രൻ ഇരിക്കുന്നു, തൃത്വക്കാര് പറയും വലതുവശത്തൊരു പുത്രനും ഇരിക്കുന്നു, ഇടത്തുവശത്തൊരു പരിശുദ്ധാത്മാവെന്ന വേറൊരു വ്യക്തിയും ഇരിക്കുന്നു പറയുന്നു. വചനം പറയുന്നു ഒരേ ശരീരം. ആ ഒരേ ശരീരത്തിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി എന്ന് പറയുമ്പോൾ ഒരേ കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ ആ ദൈവത്തിന്റെ ആത്മാവിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. മഹത്വീകരിക്കപ്പെട്ട ആ കർത്താവിൽ വസിക്കുന്നു. അവന്റെ വലതുഭാഗത്ത് കർത്താവ് ഇരിക്കുന്നു, അല്ലെങ്കിൽ അഡോണായി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു വ്യക്തി അവിടെ പോയി ഇരിക്കുകയല്ല, പിതാവ് അവിടെ പോയി ഇരിക്കുകയല്ല. അത് അവന്റെ ശക്തിയാകുന്നു, അല്ലെങ്കിൽ ആ ആത്മാവ് അവന്റെ ശക്തിയാകുന്നു എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കടന്നു പോകുന്നത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 10-ാമത്തെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യത്തിലാണ്. എന്തുകൊണ്ട് ഒരു മനുഷ്യൻ വേണ്ടി വന്നു? അപ്പോൾ അവിടെ പറയുന്നു സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ. അതായത് ആരാണ്? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ ദൈവം മാത്രം. അവിടെ നമ്മൾ കാണുന്നു ജൂഡിന്റെ 1:25 പോകുമ്പോൾ നമ്മൾ കാണുന്നു മോനോതെയോ, ദി ഓൺലി ഗോഡ് ആൻഡ് സേവിയർ ഓഫ് അസ്. എന്ന് വെച്ചാൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം മാത്രം നമ്മുടെ രക്ഷിതാവാണ്. ആ ദൈവമാണ് ഈ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. അനേകം പുത്രന്മാരെ, ആരായിരിക്കും പുത്രന്മാരുടെ പിതാവ്? അപ്പോൾ ദൈവം ആകുവാൻ പോകുന്ന പുത്രന്മാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകൻ. അപ്പോൾ ഈ അനേകം പുത്രന്മാരുള്ളപ്പോൾ ഒരു പുത്രൻ, അതായത് ഏകപുത്രൻ എന്ന് മലയാളത്തിൽ പറയുന്നതും ഈ അതിൻ്റെ ഗ്രീക്കായിട്ട് മോനോജീൻസ് എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പുത്രൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥം ഉൾക്കൊണ്ട് മോനോജീൻസ് എന്ന പുത്രൻ, ആ പുത്രൻ ആരാണ്? അവൻ രക്ഷാനായകനാകണം. ആ രക്ഷാനായകനാകുമ്പോൾ അവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുന്നത് യുക്തമായിരുന്നു. അപ്പോൾ ഈ പുത്രന്മാരെ എല്ലാം തേജസ്സിലേക്ക് നടത്തുവാൻ ഒരു രക്ഷാനായകനെ ആവശ്യമുണ്ട്. ആ രക്ഷാനായകൻ ഏകപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു. അവൻ മുഖാന്തരമാണ് സകല പുത്രന്മാരും രക്ഷിക്കപ്പെടുന്നതും പുത്രന്മാരായി തീരുന്നതും എന്നാണ് വളരെ വ്യക്തമായിട്ട് ഈ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അടുത്ത വാക്യം, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ പോയി. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു രക്ഷാനായകൻ. നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 43-ാമത്തെ അധ്യായത്തിൽ പറയും ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. അപ്പോൾ ഈ രക്ഷിതാവ് എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ഇവൻ യഹോവ തന്നെ ആയിരിക്കണം. വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു. അവൻ ജഡമായി തീർന്നപ്പോൾ അവൻ വിശുദ്ധീകരിക്കുന്നവനാണ്. വിശുദ്ധീകരിക്കുന്നവൻ എന്ന നിലയിൽ അവൻ ജഡവും രക്തവുമായിട്ട് കടന്നു വന്നതുകൊണ്ട് അവൻ നമ്മളുടെ സഹോദരൻ എന്ന് വിളിക്കപ്പെടും. ആരാകുന്നു? യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ദൈവമക്കളാകുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാണ്.
പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, ഒരുവനല്ലോ പിതാവ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വാക്യത്തിൽ പറയുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തതയോടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 8:6 അത് കുറെ കൂടെ ബലപ്പെടുത്തുന്നതാണ്. ഒരുവനല്ലോ പിതാവ്, രക്ഷാനായകനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും ഒരുവൻ മാത്രമാണ് പിതാവ്. അപ്പോൾ ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. അവൻ യോഹന്നാന്റെ സുവിശേഷം 5:43 വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17:6 പറയുന്നു, ഞാൻ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ എന്ന് പറയുന്നു. അപ്പോൾ ഈ പിതാവിന്റെ നാമത്തെ സഹോദരന്മാരോട് വെളിപ്പെടുത്തിയ, അതുകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ പിതാവിന്റെ നാമം തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് അവനെ കൈക്കൊള്ളുന്നവർ. ആരാണ് ഈ കൈക്കൊള്ളുന്നവർ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ ആദ്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ പറയുമ്പോൾ അവനെ ആദ്യം കൈക്കൊണ്ടതുപോലെ. എങ്ങനെയാണ് കൈക്കൊള്ളേണ്ടത്? അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി. മറ്റെല്ലാം ചതിയും വഞ്ചനയും മാത്രമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവനെ കൈക്കൊള്ളേണ്ടത് എങ്ങനെയാകുന്നു? അവനിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണത. അവന്റെ നാമത്തെ വിശ്വസിക്കണം. അത് തന്നെ പിതാവിന്റെ നാമമെന്നും അത് തന്നെ പരിശുദ്ധാത്മാവിന്റെ നാമമെന്നും യോഹന്നാന്റെ സുവിശേഷം 14:26 വാക്യത്തിൽ പറയുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ നാമത്തിൽ പിതാവ് ഐക്യമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പിതാവ് അവൻ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരുവൻ മാത്രം, അവന് പിതാവ്. വിശുദ്ധീകരിക്കുന്നവനായിട്ട് നിൽക്കുമ്പോൾ അവനും പിതാവ്, വിശുദ്ധീകരിക്കപ്പെടുന്നവനും പിതാവ് ദൈവം മാത്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയും. അപ്പോൾ വിശുദ്ധീകരിക്കുന്നവൻ എങ്ങനെയാണ്? അവൻ ദൈവരൂപത്തിൽ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യത്തിൽ പറയുന്നത്, ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അപ്പോൾ അവൻ ദൈവമായിരിക്കെ, വചനം ദൈവമായിരിക്കെ തന്നെത്താൻ താഴ്ത്തി അവൻ ഒരു ദാസരൂപം എടുത്തു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത് മോനോജീൻസ് തിയോസ്, അവൻ ഏക പുത്രനുമാണ്, അവൻ ദൈവവുമാണ്. വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കുന്നു. അപ്പോൾ അവൻ തിയോസ് ആണ്, അവൻ ദൈവം തന്നെയാണ്. പക്ഷെ അവൻ ഏക ജാതനുമാണ്. ജാതൻ എന്ന നിലയിൽ അവൻ ദൈവത്താൽ ഐക്യപ്പെട്ടവനാണ്. ആരാണ് ഈ ജീന്ന് ഉള്ളവൻ? നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഡിക്ഷണറി ജീൻ ഉള്ളത് ആർക്കാണ്? മനുഷ്യർക്കാണുള്ളത്. അപ്പോൾ ഇതുപോലെ ജീൻസ് ഉള്ള, ജനസുള്ള ഒരു പുത്രൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ പല പുത്രന്മാരെ നീതിയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ഒരു വിശുദ്ധീകരിക്കുന്നവനായി തീർന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അവൻ വേഷത്തിലാണ് മനുഷ്യനായത്. അവൻ ദൈവം രൂപത്തിലിരിക്കെ വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യ സാദൃശ്യത്തിലായി. അവൻ വെറും ഒരു മനുഷ്യൻ മാത്രം അല്ലതാനും. അതുകൊണ്ടാണ് തൃത്വക്കാരതിനെ അവൻ ദൈവവുമാണ്, അവൻ പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് പറയുന്നത്. അല്ല, അവന്റെ ദൈവത്വവും അവന്റെ മനുഷ്യത്വവും ഇത് തമ്മിൽ നമ്മൾ വ്യത്യസ്തമായി കാണുവാൻ സാധിക്കണം. അവന്റെ മനുഷ്യത്വം, അവനൊരു മനുഷ്യത്വമുണ്ട്, അവനൊരു ശരീരമുണ്ട്, അവനൊരു മനുഷ്യത്വമുണ്ട്. അവന്റെ ആത്മാവ് ഏതാത്മാവാണ്? അത് യഹോവയുടെ ആത്മാവ് തന്നെ എന്ന് യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. യെശയ്യായുടെ ബ്രാഞ്ച് ആയിരിക്കുന്നവൻ അവന് ആരാകുന്നു? അവന്റെ മേൽ ആരുടെ ആവാസമാണ്? യഹോവയുടെ ആത്മാവിന്റെ ആവാസമാണ്. ആത്മാവ് പ്രകാരം പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ വേല ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഈ വ്യക്തി അല്ലെങ്കിൽ പേഴ്സൺ എന്നുള്ള പദം ഈ തൃത്വക്കാർ ഉപയോഗിക്കുമ്പോൾ, 3 വ്യക്തി എന്ന് പറയുമ്പോൾ, ഇംഗ്ലീഷിന്റെ പദത്തിനകത്ത് പേഴ്സൺ എന്ന വാക്യം മനുഷ്യന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്യം മാത്രമാണ്. അപ്പോൾ യേശു ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ, മനുഷ്യനായി നിൽക്കുമ്പോൾ, ഒരു പേഴ്സൺ അല്ലെങ്കിൽ പെർസോണ എന്നുള്ള വാക്യം അവന് വേണ്ടി ഉപയോഗിക്കുവാൻ പറ്റും. പെർസോണ എന്നുള്ള
ആ ഒരു ലാറ്റിൻ പദം, അതിനുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേറെ എന്തോ ആണ്, അവൻ ആ, വേറെ ഒരു റോളിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഡ്രാമയ്ക്കകത്ത് വേറൊരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ വേലയെ ചെയ്യുന്നു. ആൾക്കാർ കണ്ടപ്പോൾ ഒരു മനുഷ്യനെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടു, പക്ഷെ അവനിൽ പ്രവർത്തിക്കുന്നത് ആരായിരുന്നു? ദൈവമായിരുന്നു. അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ, മനുഷ്യത്വം എന്ന നിലയിൽ അവൻ ഹ്യൂമൻ പേഴ്സൺ എന്ന് വിളിക്കപ്പെടാം. പക്ഷെ ദൈവം പേഴ്സൺ അല്ല, മനുഷ്യനല്ല. നമ്പേഴ്സ് 23:19, അതായത് സംഖ്യാപുസ്തകം 23:19 പറയുന്നു, ദൈവം മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല. അപ്പോൾ ദൈവത്തെ പേഴ്സൺ ആക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു ബുദ്ധിമോശമാണ് മറ്റുള്ള ഈ ഡോക്ട്രിൻ പറയുന്നവർ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം ആത്മാവാകുന്നു. ഒരു വെള്ളം എങ്ങനെ 3 ഫോമിലാകാം, പക്ഷെ അത് വെള്ളം തന്നെയാണ്. അപ്പോൾ ദൈവം പിതാവാണ്, ദൈവം കാണുവാൻ സാധിക്കാത്ത പിതാവാണ്. ദൈവം ഒരു ജഡം എടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ അവന് മനുഷ്യൻ എന്ന ഒരു അവസ്ഥയുണ്ടായി. അവൻ ആത്മാവായിട്ട് ആദി മുതൽ തൻ്റെ പുത്രന്മാരിൽ പ്രവർത്തിക്കുന്നവനാണ്, തൻ്റെ പ്രവാചകന്മാരിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഈ 3 അവസ്ഥയും ദൈവത്തിന് എടുക്കുവാൻ സാധിക്കും. അത് എല്ലാം ഒരേ ആത്മാവിൽ കൂടെയാണ്. വെള്ളം, അതിനെ ഐസായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും, വെള്ളം വെള്ളമായിട്ട് തന്നെ കാണുവാൻ സാധിക്കും. ആവി എന്ന രീതിയിൽ നമുക്ക് അതിനെ അനുഭവിക്കുവാൻ മാത്രമേ സാധിക്കത്തുള്ളൂ, അതിനെ കാണുവാൻ സാധിക്കത്തില്ല. അപ്പോൾ അടുത്ത വാക്യം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന് 2:13 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ പറയുന്നു, എന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയും. അപ്പോൾ ഈ രക്ഷാനായകന് ഈ വിശുദ്ധീകരിക്കപ്പെടുന്നവര് മക്കളായിട്ട് നൽകപ്പെട്ടു എന്ന് പറയും. അപ്പോൾ ഒന്നെങ്കിൽ ഒരു മനുഷ്യന് ഒരാളുടെ സഹോദരനായി ആകുവാൻ സാധിക്കും, അല്ലെങ്കിൽ പിതാവ് ആകുവാൻ സാധിക്കും. പക്ഷേ മക്കളായി എങ്ങനെയാണ്? ഒരു ജഡരക്തങ്ങളാൽ സഹോദരന്മാരായിരിക്കുന്നവരെങ്ങനെയാണ് മക്കൾ പിതാവിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്? അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ യേശു യോഹന്നാന്റെ സുവിശേഷം 17:5 പറയുന്നു, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള ആ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് അവൻ പിന്നെയും കടന്നു പോകുക. ആദ്യം മുതൽ അവന്റെ മഹത്വത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവൻ തൻ്റെ യാഗത്തെ കഴിച്ചു കഴിഞ്ഞ് അവൻ മഹത്വീകരിക്കപ്പെട്ടപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാർക്ക് തന്നെ പിതാവായിത്തീരുന്നു എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള വാക്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് അവന്റെ ആത്മീയ അവസ്ഥയെ പറ്റി പറയുന്നു. ജഡപ്രകാരം സഹോദരനായിരുന്നു, അവൻ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി വന്നു. പക്ഷെ മഹത്വീകരിക്കപ്പെട്ടപ്പോൾ നമ്മൾ അവനും പിന്നെയും മക്കളായിത്തീരുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ദൈവമക്കൾ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. വിശുദ്ധീകരിക്കുന്നവനും പെടുന്നവനും ഒരുവനല്ലോ ദൈവവും പിതാവുമായ ഉള്ളവൻ എന്ന് വളരെ വ്യക്തമായിട്ടുള്ള വചനം. അപ്പോൾ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം പിതാവാണ്. ആ ദൈവം തന്നെ ആ ഒരു ദൈവമായി തന്നെ വാഴ്ത്തപ്പെട്ടപ്പോൾ, മഹത്വീകരിക്കപ്പെട്ടപ്പോൾ, വചനം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ അവനിൽ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും അവന് മക്കളായിത്തീരുന്നു. അവന് പിന്നെ ജഡപ്രകാരം വന്നതുകൊണ്ട് അവൻ നമ്മുടെ സഹോദരൻ എന്ന് വിളിക്കുവാൻ മടിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അവൻ നമുക്ക് ആത്മീയതയിൽ പിതാവാണ്. അതുകൊണ്ടാണ് മകനായിരിക്കെ എങ്ങനെയാണ് ക്രിസ്തുവിനെ
കർത്താവെന്നോ അഡോണി എന്നോ വിളിക്കുവാൻ സാധിക്കുന്നതെന്ന് അവിടെ കർത്താവ് ചോദിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ. അവനെ ഒരു അഡോണി, അതായത് ഈ ലോകത്തിലെ ഒരു ഒരു ദിവ്യ മനുഷ്യൻ അല്ലെങ്കിൽ പവർഫുൾ ഒരു മനുഷ്യൻ എന്ന് വിളിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെ ഒരു പിതാവിന് തൻ്റെ മകനെ വിളിക്കുവാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയിൽ അവൻ ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ എടുത്ത പദം ആണ് അഡോണി. ദൈവം ജഡത്തിൽ പ്രത്യക്ഷനായി എന്നുള്ള ആ ഒരു പദവും അവൻ എടുത്തു. അവൻ അഡോണായി ആയിരിക്കെ അവൻ അഡോണി എന്നുള്ള പദം കൂടെ എടുത്തു. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിക്കുവാൻ വേണ്ടി, മരണത്തിന്റെ ആ ഒരു വലിയ ഭീതിയിൽ നിന്നും അവരെ വിടുവിക്കുവാൻ വേണ്ടി അവൻ യാഗമായി തീർന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അവൻ വിശുദ്ധീകരിക്കുന്നവനായി തീർന്ന നമ്മുടെ സഹോദരനായി തീർന്നു. പക്ഷേ അവൻ നമ്മളെ വിശുദ്ധീകരിച്ച ശേഷം ആദിയിൽ എന്ന പോലെ മഹത്വീകരിക്കപ്പെട്ടപ്പോൾ ആ കർത്താവിനോട് പറഞ്ഞു, നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹത്വീകരണത്തെ പറ്റിയാണ് പറയുന്നത്. ആ ഒരു മഹത്വീകരണത്തിലേക്ക് അവൻ കടന്നു പോകുകയാണ്. അഡോണി എന്ന പദം അവൻ ധരിച്ചത്, അല്ലെങ്കിൽ ഭൂമിയിലെ ഒരു കർത്താവെന്ന പദം അവൻ ധരിച്ചത്, അവൻ നമുക്ക് വേണ്ടി യാഗമായി തീരുവാനും നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയും രക്ഷയുടെ പ്രവൃത്തിയെ ചെയ്യുവാൻ വേണ്ടിയുമാണ്. അവൻ അഡോണായി തന്നെയാണ്. ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ. ആ കർത്താവ്, ഏക കർത്താവ് എന്ന് പറയുന്നത് അഡോണായി ആണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ, ഗ്രീക്കിൽ നോക്കുമ്പോൾ അഡോണായി എലോഹേനു, അഡോണായി എഖാദ് എന്ന് പറയുന്നത്. അഡോണായി എന്ന പദത്തിൽ ദൈവം ഏകൻ തന്നെയാണ്. അവൻ ഒരിക്കലും 2 വ്യക്തിയോ 3 വ്യക്തിയോ അല്ല. ആ അഡോണായി വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു എന്നുള്ള ആ പദം എടുത്ത് അവൻ മനുഷ്യനായി ലോകത്തിൽ കടന്നു വന്നു. എന്തു വേണ്ടി? വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി, അവരെ മക്കളാക്കുവാൻ വേണ്ടി. അവർ അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവനെ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ അതിൽ കൂടെ അവനെ മക്കളായി തീരുവാൻ വേണ്ടി, വീണ്ടെടുക്കുവാൻ വേണ്ടി, അവരെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി, അവർക്ക് ആത്മാവിനെ നൽകി അവരെ വീണ്ടെടുത്ത് അവരെ പുത്രന്മാരാക്കിക്കൊള്ളുവാൻ വേണ്ടി അവൻ ഈ ലോകത്തിൽ വന്നു അഡോണി എന്ന പദമെടുത്തു. അപ്പോൾ മലയാളത്തിൽ നോക്കിയാലും ഗ്രീക്കിൽ നോക്കിയാലും ഇംഗ്ലീഷിൽ നോക്കിയാലും നമ്മൾ ചിലപ്പോൾ ഇതിനകത്ത് തെറ്റിപ്പോകും. എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് യഹോവ അഡോണിയോട് പറയുന്നു എന്നുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല. ദൈവം ആ ശലോമോന്റെ സമയത്ത് ദൈവം സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഈ സകല പ്രപഞ്ചത്തിൽ നിലനിൽക്കുമ്പോഴും ആ ആലയത്തിൽ വസിക്കുന്ന ദൈവമായിട്ട് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ദൈവം സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും പ്രപഞ്ചത്തിൽ സകലത്തിലും നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ആ പുത്രനിൽ വസിച്ചുകൊണ്ട് തൻ്റെ വേലയെ ചെയ്ത ആ പ്രവൃത്തിയെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ ആലയത്തെ അവൻ എന്നേക്കുമുള്ള ആലയമാക്കി മാറ്റി. ദാവീദിനോട് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ സംസാരിച്ചതുപോലെ ആ ഒരു ദാവീദിനുള്ള ആ ഒരു പ്രോമിസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഒരു പുത്രൻ എന്നേക്കും ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും അവൻ എന്നേക്കുമുള്ള ആലയം പണിയുകയും ചെയ്യുന്നുള്ള ആ പുത്രനിൽ നിറവേറപ്പെട്ടത്. അപ്പോൾ എന്നേക്കുമുള്ള ആലയമായി തീർന്ന ആ പുത്രന്റെ ശരീരം, വാഴ്ത്തപ്പെട്ട ശരീരം, അതിൽ ആണ് നമ്മൾ കാണുന്നത്. അതിനു വേണ്ടിയാണ് അവൻ ഒരു അഡോണി എന്ന പദം, അല്ലെങ്കിൽ മനുഷ്യൻ എടുക്കുന്ന അഡോണി എന്ന പദത്തിൽ ഈ ലോകത്തിൽ കടന്നു വരികയും ഇന്ന് അവൻ പിന്നെയും അഡോണായി ആയി ഇരിക്കുന്നതും എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ഒരു പ്രസന്റേഷനിൽ കൂടെ നമുക്ക് മനസ്സിലായി, വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നവൻ ഒരു പുത്രനായി തീർന്നു.
അന്ന് അവൻ പുത്രനായി തീർന്നപ്പോൾ അവന് ദൈവവും പിതാവുമായിരിക്കുന്നവൻ ഒരുവൻ തന്നെ. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും വിശുദ്ധീകരിക്കുന്നവനും പിതാവ് ഒന്ന് തന്നെ. ദൈവം, സകലത്തിലും പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം തന്നെ ദൈവവും പിതാവുമായിരിക്കുന്നു. അവൻ ഇന്ന് മഹത്വപ്പെട്ട് ആ ഒരു പഴയ അവസ്ഥയിലേക്ക് കടന്നു പോയി എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ കർത്താവ് എൻ്റെ കർത്താവിനോട് എന്ന് പറയുമ്പോൾ അത് സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് പോലെ രണ്ട് കർത്താക്കന്മാർ അല്ല. അവിടെ യഹോവ എൻ്റെ കർത്താവ് എന്ന്, അഡോണി എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ദൈവം ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ, ഒരു ആലയത്തിൽ വസിക്കുമ്പോൾ ആ ഒരു പുത്രൻ എന്ന അവസ്ഥയോട്, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ കർത്താവ് എന്ന് ഉള്ള അവസ്ഥയോട് സംസാരിക്കുന്ന കാര്യമാണ്. വലതുഭാഗം എന്ന് പറയുന്നതും വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണുവാൻ സാധിച്ചു. അഞ്ചാമത്തെ വാക്യത്തിൽ ദൈവം അവന് വലതുഭാഗമായി തീരും, അല്ലെങ്കിൽ വലത് കരമായി തീരും എന്നുള്ള കാര്യവും നമ്മൾ കണ്ടു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ആ ഒരു വിഷയം നമ്മൾ എടുത്തു എന്ന് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ചോദ്യം വേറെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ദാവീദിന്റെ സന്തതി ആയിട്ടുള്ള, ദാവീദിന്റെ കിങ്ഡമുമായിട്ടും ഈ ബന്ധപ്പെടുത്താനുള്ള മെയിൻ കാരണം, ഇവിടെ ഈ പുത്രൻ, ആ പുത്രന്റെ രാജ്യത്തിന് ഒരു അവസാനം ഉണ്ടാകത്തില്ലെന്ന് പറയുന്നുണ്ട്. ശമൂവേലിന് ദൈവം പ്രോമിസ് ചെയ്ത്, ശമൂവേൽ മുഖാന്തരം നമ്മൾ 2 ശമൂവേലിനകത്ത് നോക്കുന്നുണ്ട്, ദൈവം ചെയ്ത പ്രോമിസ് ആണ് ദാവീദിനോട്, നിന്റെ കിങ്ഡമിന്റെ അവസാനം ആവത്തില്ല, യുവർ സൺ വിൽ റൂൾ. നേഥൻ എന്ന പ്രവാചകനിൽ കൂടെ, ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് എഴുതിയെങ്കിലും നേഥൻ എന്ന പ്രവാചകനിൽ കൂടെ ദൈവം നൽകുന്ന ഒരു വാഗ്ദത്തമാണ്. എന്നേക്കും സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു പുത്രനും അവൻ എന്നേക്കും രാജ്യമുള്ള. അതാ. അപ്പൊ ഈ പുത്രൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഐസയ 9:6-7 ക്ലിയർലി പറയുന്നുണ്ട്. ആ ഒരു പുത്രൻ 7 പറയുന്നുണ്ട്, ഓഫ് ദ ഇൻക്രീസ് ഓഫ് ഹിസ് ഗവൺമെന്റ് ആൻഡ് പീസ് there shall be no end upon the throne of David and upon his kingdom, to order it and to establish it with judgment and with justice from henceforth even forever. The zeal of the Lord of hosts will perform this. അപ്പൊ ഈ സണ്ണിന്റെ കാര്യമാണ് ഈ പറയുന്നത്, ഇവിടെ പറയുന്നത്. ആ സൺ ആരാന്നുള്ള കാര്യം നമ്മൾ നോക്കുമ്പോൾ 9:6-7 പറയുന്നതിന്റെ മുമ്പ് 6 ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ സൺ ആരാന്ന്. അതുമല്ല, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ സൺ ഈസ് മൈറ്റി ഗോഡ് ആണെന്നും എവർ ലാസ്റ്റിംഗ് ഫാദർ ആണെന്നുള്ള കാര്യം ഐസയ 9:6 ക്ലിയർലി പറയുന്നുണ്ട്. അപ്പൊ ആ സൺ ഡേവിഡിന്റെ മൈ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിങ്ഡം റൂൾ ചെയ്യുന്ന ആ സണ്ണിനെ പറ്റിയാ പറയുന്നത്. ആ സൺ ഹൂസ് കിങ്ഡം ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ്. ഓക്കെ, അപ്പൊ ആ ലോർഡ് ഡേവിഡ് സംബോധന ചെയ്യുന്ന ആ മൈ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാവിയിൽ വരാൻ പോകുന്ന രാജാവിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവന്റെ രാജ്യം ഭരിക്കുന്ന, ആ രാജ്യത്തിന് ഒരു അന്ത്യമില്ലാത്തവൻ, അവൻ പെർഫെക്റ്റ് ജഡ്ജാണ്. ആ ജഡ്ജിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ആ ജഡ്ജ് മൈറ്റി ഗോഡ് ആണെന്നും എവർലാസ്റ്റിംഗ് ഫാദർ ആണെന്നുള്ള കാര്യം ഐസയ 9:6 ക്ലിയർലി പറയുന്നുണ്ട്. അത് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഡേവിഡിന്റെ കിങ്ഡമിനെ പറ്റി എല്ലാ ആളിനകത്ത് തന്നെ പറയുന്നുണ്ട് 7. അപ്പം ഇതിനകത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കിങ്ഡം ഫോർ എവർ ആണ്. അപ്പം അവൻ രാജാവാണെന്നുള്ള കാര്യം വ്യക്തമാണ്. കർത്താവ് എന്നുള്ള കാര്യം നമുക്കറിയാം. യേശുവിനെ പറ്റി പറയുന്നത് ലോർഡ് ഓഫ് ലോർഡ്സ്, കിങ് ഓഫ് അതിന്റെ ആ ഒരു ട്രാൻസ്ലേഷൻ ആണ് അഡോണായി എന്ന് വരുന്നത്. ബേസിക്കലി ലോർഡ് ഓഫ് ലോർഡ്സ് എന്നുള്ള ട്രാൻസ്ലേഷൻ ആണ് അഡോണായി എന്നുള്ള പദം വരുന്നത്. എല്ലാത്തിന്റെയും കർത്താവ്, അല്ലെങ്കിൽ എല്ലാവരുടെയും കർത്താവ്. അപ്പൊ കർത്താവ്. അപ്പം അവിടെ നമ്മൾ കാണുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ, ജീസസ് ഈസ് ബ്രാഞ്ച് ആൻഡ് റൂട്ട് ഓഫ് ഡേവിഡ്. അപ്പം ബ്രാഞ്ചുമാണ് റൂട്ടും ആണെന്നുള്ള കാര്യം. അതുമല്ല, ജെസ്സിയുടെ റൂട്ടാണ്. അപ്പൊ ജെസ്സി ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. അപ്പൊ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതവൻ ആയവനാണ് ദാവീദിന്റെ വേര്. കറക്റ്റ്. അപ്പൊ ദാവീദിന്റെ വേരുമാണ് അത്. അങ്ങനെ തന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ആ ജൂദയുടെ സിംഹമാണ്. അപ്പൊ ജൂദ എന്ന് പറഞ്ഞാൽ ദാവീദ് ഇസ്രായേലും ജൂദാനെ റൂൾ ചെയ്ത ഒരു ഒരു ഇതാണ് കിങ്ഡം. ആ ജൂദയാണ് ദാവീദിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് രണ്ടായി പോകുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ജൂദയുടെ സിംഹം എന്ന് പറഞ്ഞാൽ ജൂദയുടെ രാജാവാരായ യേശു ക്രിസ്തു. ഓക്കെ, അപ്പം അതുമല്ല, കുഞ്ഞാട് യേശു ക്രിസ്തുവാണ്. അപ്പം യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ടൈറ്റിലിനെ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുവാണ്, വംശമാണ്, സിംഹമാണ്, ആടുമാണ്, ദൈവമാണ്, മെഷിയയാണ്, രാജാവുമാണ്, കർത്താവുമാണ്. അപ്പൊ ഈ ഒരു ടൈറ്റിൽസിനെ എല്ലാം പുരോഹിതനുമാണ്, യാഗവുമാണ്. ആ അതുമല്ല അവൻ തന്നെ ഒരു പുരോഹിതനായിട്ട് മധ്യസ്ഥനുമാണ്. അവന്റെ യാഗം കഴിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. രണ്ട് വ്യക്തികളെ അവിടെ നമുക്ക് കാണുന്നില്ല. ഒരു വ്യക്തി തന്നെയാണ് തന്നെ തന്നെ അർപ്പിക്കുന്നത് അവിടെ. അപ്പോൾ അവന്റെ പക്ഷെ രണ്ട് റോളാണ് അവിടെ. അവൻ മഹാപുരോഹിതനായിട്ട് തന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്തു. മനുഷ്യരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതൻ അവൻ തന്നെ തന്നെ യാഗം കഴിച്ച ഏകൻ. അപ്പോൾ ഒരുവൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്ത ഒരു മഹാപുരോഹിതനായിട്ട് ഈ ലോകത്തിൽ കടന്നു വന്നവൻ. അവൻ മഹാപുരോഹിതനുമായിരുന്നു, യാഗവുമായിരുന്നു. പക്ഷെ എല്ലാരും ഒരു വ്യക്തിയെ മാത്രമേ കണ്ടുള്ളൂ അവിടെ യാഗം കഴിക്കുന്നതായിട്ട്. അതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദൈവം ആദമും ഔവായിക്കും സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും എന്നുള്ള ആ ഒരു വാഗ്ദത്വവും ആ സ്ത്രീയുടെ സന്തതി ആയിട്ട് ഈ ഭൂമിയിൽ വരികയും തകർക്കുക ആ ഒരു കിങ്ഡമിനെ പറ്റിയും കൂടെ പറയുന്നത്. ആ സാത്താന്റെ കിങ്ഡമിനെ അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈ കിങ്ഡം കം എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനയുടെ ആൻസറും കൂടാണ് ജീസസ് ക്രൈസ്റ്റിന്റെ കിങ്ഡം വിച്ച് വിൽ ബി എസ്റ്റാബ്ലിഷ് ഫോർ എവർ. 1000 വർഷക്കാലത്തെ ഒരു റൂളിങ്ങിനെ പറ്റിയും നമ്മൾ കാണുന്നുണ്ട് റെവലേഷനകത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോർ എവർ എന്ന് പറയുമ്പോൾ എന്നേക്കുവാ. അത് മിലേനിയം കിങ്ഡം ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ ഫോർ എവർ എന്ന് പറയുമ്പോൾ എന്നേക്കുവാ. അവൻ രാജ്യം പിതാവിന് കൊടുത്തു എന്ന് പറയുന്നത് ഒരു മനുഷ്യന് കൊടുത്തതുപോലെയാണ് തൃത്വക്കാര് കാണുന്നതെങ്കിലും അവൻ മഹത്വീകരിക്കപ്പെട്ടപ്പോൾ അങ്ങനെ അവൻ ഈ മനുഷ്യന്റെ അവസ്ഥയില് സാത്താന് കൈപ്പെട്ടു പോയ ആ ഒരു കിങ്ഡമിനെ പറ്റി അത് തിരിച്ചെടുത്ത് അവന്റെ ആ അവസ്ഥയില് സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന് തിരിച്ചേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ വേറൊരു വ്യക്തിയെ പറ്റിയല്ല പറയുന്നത്. അവൻ ദൈവിക അവസ്ഥയിൽ അതുകൊണ്ട് അവന്റെ രാജ്യത്വം എന്നേക്കുമായി തീരുന്നു. എവർലാസ്റ്റിംഗ് ഫാദർ എന്നുള്ള അവസ്ഥയിൽ അവന്റെ രാജ്യത്വം എന്നേക്കും ഉള്ളതാ. പക്ഷേ അവൻ രാജ്യത്വം എടുക്കുവാൻ വേണ്ടി വന്നപ്പോൾ എങ്ങനെയാ വന്ന? പുത്രന്റെ അവസ്ഥയിൽ, ഒരു മഹാപുരോഹിതന്റെ അവസ്ഥയിൽ വന്ന് തന്നെത്താൻ യാഗം കഴിച്ചു, തന്നെത്താൻ താഴ്ത്തി, വേഷത്തിൽ മനുഷ്യനായി. അവൻ ആ ഒരു സാത്താന്റെ കെണിയിൽ വീഴാതെ അവൻ മൊത്തം മോശയിൽ കൂടെ നൽകിയിരുന്ന ന്യായപ്രമാണത്തെ മൊത്തം പാലിച്ചുകൊണ്ട് അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് യാഗമായി തീരുകയും പിന്നെ നമുക്ക് അതുകൊണ്ട് ഒരു വിശുദ്ധീകരിക്കുന്നവനിൽ കൂടെ സകല വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് മാർഗം തുറക്കുകയും ചെയ്യുകയാണ്. അപ്പം അവൻ ആ ഒരു അവസ്ഥയിൽ രാജ്യത്വം തിരിച്ചു പിടിക്കുന്നു. പക്ഷെ അവൻ മഹത്വീകരിക്കപ്പെടുമ്പോൾ അവൻ എവർലാസ്റ്റിംഗ് ഫാദർ ആയി തീരുമ്പോൾ അവന്റെ രാജ്യം എന്നേക്കുമാന്ന് പറയുമ്പോഴത്തേക്ക് അവൻ രാജ്യം എടുത്തവനും ഏൽപ്പിച്ചവനും ഇന്ന് എന്നേക്കും രാജാവായിരിക്കുന്നവനും എല്ലാം ഏകൻ തന്നെ, ആ ദൈവം തന്നെയാണ് എന്നുള്ള കാര്യം ഈ ഒരു രീതിയിൽ നമുക്ക് ആത്മാവിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുമല്ല 2 സാമുവേലിന്റെ 7:13 പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. He shall build an house for my name. ഓക്കെ, ആ ഹൗസ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ പേരിനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ പേര് ആരുടെയാണ്? ദൈവത്തിന്റെ പേരാണ് ആ ആലയത്തിന് വന്നിരിക്കുന്നത്. ആലയം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരം. അപ്പൊ ആ പേര് ദൈവത്തിന്റെ പേര് ആ ആലയത്തിനകത്ത് വരുവാണ് എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് ഇതിനകത്ത് പറയുന്നത് അവനൊരു പേര് കൊടുക്കണം, യേശു എന്ന് പേര് കൊടുക്കണം. എന്താ അവന്റെ ജനങ്ങളെ പാപത്തിന് വിടിക്കുക എന്നുള്ള പറയുന്നത്. അപ്പൊ ആ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി ദൈവത്തിന്റെ നാമം ആ ആലയത്തിന് വരിക. അപ്പം അതുപോലെ തന്നെയാണ് മറ്റേ നമ്മള് 1 രാജാക്കന്മാർ 8 ശലോമോൻ പറയുന്നത് നിന്റെ നാമത്തിലുള്ള ആലയം എന്നാ പറയുന്നത്. നിന്റെ നാമമുള്ള ആലയം എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ആലയത്തിന്റെ നാമവും
അതിലുള്ള ആത്മാവിന്റെ നാമവും ഒരു നാമം തന്നെയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ യഹോവ എന്ന നാമം വെളിപ്പെടുത്തിയപ്പോൾ ആ ആലയത്തിന്റെ നാമം എന്തുവായിരുന്നു? യഹോവയുടെ ആലയം എന്നായിരുന്നു. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ച ആലയത്തിലേക്ക് നോക്കി എന്ത് അപേക്ഷകൾ കഴിക്കുന്നു അതെല്ലാം സ്വർഗത്തിലിരുന്ന് യഹോവ അപേക്ഷകളെ കേൾക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആലയത്തെ നോക്കി നമ്മൾ വിളിക്കേണ്ട നാമം ഏതാണ്? യേശു ക്രിസ്തു എന്നുള്ള വെളിപ്പെട്ട നാമം. അത് നമ്മൾ കാണുന്നു. യഹോവ എന്റെ രക്ഷകൻ എന്നുള്ള യശുവ എന്നുള്ള നാമം, അത് യഹോവ എന്റെ രക്ഷകൻ എന്നുള്ള ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് ഈ ആലയത്തിൽ നിന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഉത്തരം കേൾക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഉത്തരം കേൾക്കില്ല. പാപമോചനം ആ ശരീരത്തിന്റെ ഭാഗമായി തീരാനുള്ള അവസരം കിട്ടുന്നത് ആ നാമത്തിൽ നമ്മൾ സ്നാനപ്പെടുമ്പോഴാണ് നമുക്ക് ആ ശരീരത്തോട് ചേരാനുള്ള അധികാരം, അല്ലെങ്കിൽ പുത്രത്തിന്റെ ആത്മാവും പുത്രനാവാനുള്ള അധികാരവും കിട്ടുന്നു. കറക്റ്റ്. ഓക്കെ, നമ്മൾ ഐ തിങ്ക് വി കവേർഡ് എവറിത്തിങ് അല്ലേ? ഓക്കെ, അപ്പം ഇന്നത്തെ ലൈവിൽ ജോയിൻ ചെയ്തതിന് വളരെ നന്ദി. ഇത് വളരെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കർത്താവിന്റെ കർത്താവിനോട് എന്നുള്ള ആ ഒരു വാക്യം. അതിൽ നമ്മൾ കാണുന്നു ഒരു ഭൂമിയിൽ വന്ന് ഒരു അഡോണി എന്നുള്ള പദം ഗ്രഹിച്ച ആ ഒരു അവസ്ഥയിലാണ് കർത്താവ് അല്ലെങ്കിൽ അഡോണി എന്നുള്ള ആ വാക്യം വരുന്നത്. അഡോണായി എന്നുള്ള വാക്യവും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് എന്ന് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിൽ ദ ലോഡ് എന്നും മൈ ലോഡ് എന്നും അല്ലെങ്കിൽ ജസ്റ്റ് ലോഡ് എന്നും അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ നോക്കുമ്പോൾ കർത്താവ് എന്ന് മാത്രമേ ട്രാൻസ്ലേഷൻ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇതിന്റെ വ്യത്യാസം അറിയുവാൻ സാധിക്കുന്നില്ല. ആ വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഒരു ദൈവം ഒരുവൻ, ആത്മാവ് ഒന്ന്. ആ ആത്മാവിന്റെ പല പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനമായിരുന്നു രക്ഷയുടെ പ്രവർത്തനമായി വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ആ പ്രവൃത്തി. 1 കൊരിന്ത്യർ 12 പറയുന്നു, ആത്മാവ് ഒന്ന്, പ്രവർത്തികൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ്, മെനി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പല പ്രവർത്തനം. അപ്പൊ ആ പല പ്രവർത്തനമാകുമ്പോൾ അവൻ എടുത്ത അവസ്ഥ അല്ലെങ്കിൽ ദൈവം ജഡത്തിൽ പ്രത്യക്ഷനായി എന്നുള്ള അവസ്ഥയിൽ ആ ജഡത്തിന് അല്ലെങ്കിൽ ആ ജഡത്തിൽ അവൻ ചെയ്ത പദവിയാണ് അഡോണി എന്നുള്ള പദവി. ആ പദവിയെ പറ്റിയാണ് പറയുന്നത്. പിന്നെ അവൻ മഹത്വീകരിക്കപ്പെടുന്ന കാര്യമാണ് പറയുന്നത്. വലതുഭാഗത്ത് ഇരിക്കുമെന്ന് പറയുന്നത് മഹത്വീകരണത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ മഹത്വീകരണത്തിന് വേണ്ടിയാണ് കർത്താവ് ജഡത്തിന്റെ അവസ്ഥയിൽ പ്രാർത്ഥനകളും അപേക്ഷകളും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും വേണ്ടി ചെയ്തതും അവര് എന്നെ പോലെ ആയിത്തീരുവാൻ വേണ്ടി, ഒന്നായിത്തീരുവാൻ വേണ്ടി എന്നൊക്കെ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, 2 കർത്താക്കന്മാരില്ല, കർത്താവ് ഒന്ന്, ദൈവം ഒരുവൻ മാത്രം. ഇത് യഹൂദന്മാരുള്ള ആയിരുന്ന ശിഷ്യന്മാരും ഏറ്റുപറയുന്നു. വ്യക്തികൾ എന്നുള്ള സംബോധന അത് ദൈവത്തിനുള്ളതല്ല, അത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളതാണ്. ദൈവത്തിന്റെ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ, ദൈവം ജഡമായി മനുഷ്യനായി ലോകത്തിൽ കടന്നു വന്നപ്പോൾ ഒരു പെർസോണ എടുത്തത് അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് ഒരു ആത്മീയ ശരീരത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ 15 പറയുന്നത് അവൻ ഇന്ന് 2ാമത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ഇന്ന് അവനൊരു ആത്മീയ ശരീരത്തിലാണ്. ആ ആത്മീയ ശരീരത്തിനാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. പൗലോസ് കർത്താവിനെ കണ്ടത് മഹത്വീകരിക്കപ്പെട്ട കർത്താവിനെയാണ് പൗലോസ് കണ്ടത്. അപ്പൊ ആ മഹത്വീകരണത്തിന്റെ അവസ്ഥയാണ് പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ലും 2-ലും പറയുന്നത്. അവൻ കാണുവാൻ പറ്റാത്ത അല്ലെങ്കിൽ സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ഏക പ്രത്യക്ഷതയാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതുകൊണ്ട് അവൻ ഒരു കർത്താവ്. ഇസ്രായേലെ കേൾക്ക, ദൈവമായ കർത്താവ് ഏകൻ തന്നെ. ഇത് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ ഇത് ഏറ്റവും മുഖ്യമായ കൽപ്പനയാണ്. നിങ്ങളുടെ ഏത് വിശ്വാസമായിരിക്കട്ടെ, ഈ വിശ്വാസം ഈ ഒരു മുഖ്യ കൽപ്പനയെ കടന്നു പോകുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ ഒരു ഉപദേശത്തെ ഒരിക്കലും നിങ്ങൾക്ക് സാധൂകരിക്കാൻ പറ്റത്തില്ല. ഏക കൽപ്പന അല്ലെങ്കിൽ ഏറ്റവും മുഖ്യ കൽപ്പന, ആദ്യം ആ ഏറ്റവും മുഖ്യ കൽപ്പനയിൽ കൂടെ കടന്നു പോയാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ
കൽപ്പനകളിലേക്ക് കടന്നു പോകുവാൻ സാധിക്കുന്നത്. അങ്ങനെ കടന്നു പോകണമെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും ആ നാമത്തിൽ ഉള്ള സ്നാനം, പത്രോസ് പറഞ്ഞ സ്നാനം ഏൽക്കുകയും മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്കിത് അറിയുവാൻ സാധിക്കത്തില്ല. ഈ സത്യങ്ങളെ നിങ്ങൾക്ക് ഗ്രഹിപ്പാനോ അക്സെപ്റ്റ് ചെയ്യുവാനോ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ ലഭിച്ചവർക്ക് മാത്രമേ ദൈവത്തിന്റെ സുവിശേഷം തുറക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:9 പൗലോസ് പറയുന്നത് അന്യ സുവിശേഷം ഗ്രഹിച്ചവരെ പറ്റി അവർ ശപിക്കപ്പെട്ടവർ ആത്മാവാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നതെന്നും 2 കൊരിന്ത്യർ അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ പറയുന്നത് ഞങ്ങളുടെ സുവിശേഷം മനസ്സിലാകാത്തവർ ആരാകുന്നു, അവർ ആദ്യം മുതൽ നാശത്തിലേക്ക് കടന്നു പോകുന്നവർക്കാണ് ഞങ്ങളുടെ സുവിശേഷം മനസ്സിലാകാത്തത്. അപ്പോൾ ഈ സുവിശേഷം ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ, ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ. ഈ ഒരു കർത്താവിനെയും ഒരു സുവിശേഷത്തെയും മനസ്സിലാകണമെങ്കിൽ ആ ഒരേ ആത്മാവ്, അതായത് 1 കൊരിന്ത്യർ 12 പറയുന്ന ഒരേ ആത്മാവിനെ ലഭിച്ചാലേ മാത്രമേ നമുക്കതിന് സാധ്യമായി തീരുകയുള്ളൂ. അത് ലഭിക്കണമെങ്കിൽ നമ്മൾ പത്രോസിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു പുറപ്പെടുവിച്ച ആ നാമത്തിന്റെ സത്യം, ആ സത്യത്തെ ഗ്രഹിക്കുക, അവന്റെ നാമത്തിൽ വിശ്വസിക്കുക, ആ സ്നാനത്തെ ഏൽക്കുക, അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുക, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ ഇന്ന് ജോയിൻ ചെയ്തതിനായി നന്ദി. താങ്ക് യു.